ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ശൈലജ ടീച്ചർക്ക് പറ്റിയ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഭാസ്കരൻ നായർ അജയൻ. മോഹനൻ വൈദ്യർ എന്ന പ്രകൃതി ചികിത്സകനെ കുരിശിലേറ്റിയതിന്റെ നല്ലൊരു പങ്ക് ശൈലജ ടീച്ചർക്കുള്ളതാണ്. എന്നാൽ ഇപ്പോൾ എന്തായി? അദ്ദേഹം പറഞ്ഞ അതേ കാര്യം ലോകം അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ്. ക്യാൻസർ രോഗികൾ പപ്പായയിലയുടെ സത്ത് അല്ലെങ്കിൽ നീര് കുടിക്കുന്നത് ആരോഗ്യത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു എന്ന് ഗവേഷകർ വ്യക്തമാക്കുകയാണ്. 30% രോഗികളിലും വെറും 4 ദിവസത്തിനുള്ളിൽ പ്ലേറ്റ്ലെറ്റുകൾ വീണ്ടെടുക്കാൻ സാധിച്ചു എന്ന് പഠനത്തിൽ പറയുന്നു. കൂടാതെ ഇത് ചെലവേറിയതോ അപകടകരമായതോ ആയ മരുന്നുകളുടെ ഫലങ്ങൾ കുറയ്ക്കാനും കീമോ ഫലങ്ങൾ ശരീരത്തിൽ വേഗം എത്താനും സഹായിക്കുന്നു. ത്രോംബൈസ്റ്റോപീനിയ ചികിത്സിക്കുന്നതിനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം കൂടിയാണിത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പപ്പായ നീര് ക്യാൻസർ ചികിത്സയ്ക്ക് ഫലപ്രദമെന്ന് മുംബൈ ടാറ്റയിലെ ശാസ്ത്രജ്ഞർ ഒരു പഠനം നടത്തി വ്യക്തമാക്കി. എന്നാൽ ടാറ്റ പറഞ്ഞാൽ അംഗീകരിക്കും, ഒരു പ്രകൃതി ചികിത്സകൻ പറഞ്ഞാൽ നെറ്റിച്ചുളിക്കും, അതാണ് സത്യം എന്ന് ഭാസ്കരൻ നായർ അജയൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു ചെറിയ ആക്ഷേപം കലർത്തി തന്നെയാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ആ പോസ്റ്റ് വായിക്കാം. മോഹനൻ വൈദ്യർ സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നുണ്ടാകും. പപ്പായ നീര് ക്യാൻസർ ചികിത്സയ്ക്ക് ഫലപ്രദമെന്ന് ടാറ്റയിലെ ശാസ്ത്രജ്ഞർ. 2026 ജൂലൈ മുതൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിൽ പപ്പായയിലെ നീര് ഗുളിക പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ ഉയർത്തും, ക്യാൻസറിന് നിർണായക ഘടകമാണ്. ഇതല്ലേ പ്രകൃതി ചികിത്സകൻ ശ്രീ മോഹനൻ വൈദ്യർ നിങ്ങളോട് പറഞ്ഞത്? ഈ ശാസ്ത്ര സത്യം പറഞ്ഞ പുണ്യദേഹത്തെയല്ലേ നിങ്ങൾ സോക്രട്ടീസിനെ പോലെ ജയിലിലടച്ച് പീഡിപ്പിച്ചത്? 7 സ്റ്റാർ 5 സ്റ്റാർ ആശുപത്രികളുടെ പരസ്യം പറ്റുന്ന ചാനലുകൾ ശത്രുവിനെ പോലെ ആ പാവത്തിനെ ക്രൂശിച്ചില്ലേ, കൊന്നു തിന്നില്ലേ? പ്രാകൃതം എന്ന് പറഞ്ഞ് എല്ലാം അറിയുന്നു എന്ന് നടിച്ച ശ്രീമതി ശൈലജ ടീച്ചർ അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ പ്രത്യേക ശുഷ്കാന്തി കാട്ടിയില്ലേ? എന്നിട്ട് ചിലർ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയില്ലേ? മഞ്ഞപ്പിത്തത്തിന് അലോപ്പതിയിൽ ചികിത്സയുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. അലോപ്പതിയിൽ അഥവാ ഇംഗ്ലീഷ് ആശുപത്രിയിൽ പോയാൽ കരൾ വീക്കം വന്ന് മരണപ്പെടും, കാരണം ചികിത്സയില്ല. എന്നാൽ പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ ആയുർവേദത്തിലോ ഒരേ ഒരു ഡോസ് മരുന്ന്, ഒറ്റ ഡോസ് മരുന്നുകൊണ്ട് രോഗി സുഖം പ്രാപിക്കും. തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറയും. പണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ പരുന്തോ മറ്റു പറവകളോ റാഞ്ചിക്കൊണ്ടു പോകും. ഇത് കാണുന്ന അമ്മൂമ്മമാർ ഒരു കല്ലെടുത്ത് പരുന്തിനെ എറിയും. പരുന്ത് കോഴിക്കുഞ്ഞിനെ താഴെയിട്ട് പറന്നു പോകും. പിന്നെ ആ കോഴിക്കുഞ്ഞിന് അനക്കം കാണില്ല, ചത്തുപോയി എന്ന് എന്നെ പോലുള്ള വിദ്യാഭ്യാസമുള്ളവർ ഡിക്ലെയർ ചെയ്യും. എന്നാൽ ആ അമ്മൂമ്മമാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു തടിമേശയുടെയോ ബെഞ്ചിന്റെയോ പുറത്ത് ഈ കോഴിക്കുഞ്ഞിനെ കിടത്തും. എന്നിട്ടൊരു ചെമ്പ് പാത്രം കൊണ്ട് ഇതിനെ മൂടും. തുടർന്നൊരു കമ്പ് കൊണ്ട് ഈ പാത്രത്തിന്റെ പുറത്ത് അടിക്കും. ക്ലിങ് ക്ലിങ് എന്ന ശബ്ദത്തോടൊപ്പം വൈബ്രേഷനും ഉണ്ടാകും. 2 മിനിറ്റ് കഴിഞ്ഞ് ഈ ചെമ്പ് പാത്രം തുറക്കുമ്പോൾ കോഴിക്കുഞ്ഞ് കുതിരയെ പോലെ ചാടി എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കി നിൽക്കുന്നത് കാണാം. എന്താ, നിങ്ങളുടെയൊക്കെ നാവിറങ്ങിപ്പോയി. ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ഇതിനെക്കുറിച്ച് പഠനമില്ല, ഉണ്ടാകില്ല. എന്നാൽ കയർ പിരിക്കുന്ന വിധം, ആഫ്രിക്കയിൽ കാണുന്ന പ്രത്യേകതരം തവളയുടെ ലൈംഗിക ശേഷി, വാഴക്കുല തുടങ്ങിയ സമൂഹത്തിന് ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയിട്ട് ഡോക്ടർ എന്ന് ഞെളിഞ്ഞ് സർവജ്ഞപീഠം കയറിയ മട്ടിൽ ജനങ്ങളെ ഭരിക്കുന്നു. ചിലരുടെ പണവും വാങ്ങി നാട്ടറിവുകൾ കുഴിച്ചു മൂടുന്നു. ടാറ്റ മെമ്മോറിയൽ പറയുന്നു, പച്ചയില നീര് ശാസ്ത്രീയമായി ഗുളികയാക്കിയ പപ്പായ സത്ത് കീമോ രോഗികളുടെ പ്ലേറ്റ്ലെറ്റ് അതിഭയങ്കരമായ രീതിയിൽ തിരികെ കൊണ്ടുവരും എന്ന്. ഗുളിക രൂപത്തിലുള്ള പപ്പായ ഇല സത്ത് കീമോ മൂലം പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ക്യാൻസർ രോഗികളിൽ വേഗത്തിൽ പ്ലേറ്റ്ലെറ്റ് കൂട്ടാൻ സഹായിച്ചു എന്നാണ് പഠനം. സാധാരണ ഉപയോഗിക്കുന്ന റോമിപ്ലാസ്റ്റും മരുന്നിന് ആഴ്ചയിൽ 5000 രൂപ ആകുമ്പോൾ പപ്പായ ഗുളികയ്ക്ക് 10 ദിവസത്തെ കോഴ്സിന് 300 രൂപ മാത്രം. 219 രോഗികൾ നടത്തിയ പഠനത്തിൽ ഗുളിക കഴിച്ചവർക്ക് പ്ലേറ്റ്ലെറ്റ് വേഗത്തിൽ കൂടി കീമോ ഡോസ് കുറയ്ക്കുകയോ ചികിത്സ വൈകുകയോ ചെയ്തില്ല. JCO ഗ്ലോബൽ ഓങ്കോളജി ജേണലിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ വികാസ് ഓസ്വാൾ, ഡോക്ടർ സുദീപ് ഗുപ്ത എന്നിവരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. ഇത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെയും ക്യാൻസർ രോഗികൾക്ക് ഗുണം ചെയ്യും. നോക്കൂ, കീമോ മാറ്റിവെക്കാൻ പറയുന്നില്ല, പക്ഷേ കീമോ കാരണം ചോര കുറഞ്ഞ് ചികിത്സ മുടങ്ങുന്ന പാവം മനുഷ്യന് ഒരു പ്രതീക്ഷയാണ്. പണ്ടേ പറഞ്ഞതാണ് നമ്മുടെ മുത്തശ്ശിമാർ, പ്രകൃതിയിൽ മരുന്നുണ്ട്. അത് കേൾക്കാൻ ശാസ്ത്രത്തിന് 2026 വരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് മാത്രം. കളിയാക്കിയവർ ഇനിയൊരു പപ്പായ തൈയെങ്കിലും വീട്ടിൽ നട്ടുവെച്ചോ? അറിവിനെ ജയിലിലടച്ചാലും സത്യം ലാബിൽ തെളിഞ്ഞു പുറത്തു വരും. ഇനിയിപ്പോൾ ഇത് വായിക്കുന്ന ശ്രീ കെ മുരളീച്ചേട്ടൻ എന്നെ ജയിലിലടക്കില്ല, മറിച്ച് ഇതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കും, പരിശോധിക്കും. കാരണം വിവരം അദ്ദേഹത്തിന്റെ DNA-യിലുണ്ട്. ആരോഗ്യമന്ത്രിമാർക്ക് 2 കാലഘട്ടത്തിലുണ്ടായിരുന്ന 2 ആരോഗ്യമന്ത്രിമാർക്ക് കണക്കിന്, അതായത് ശൈലജ എന്ന ആരോഗ്യമന്ത്രിയെ പരിഹസിക്കുമ്പോൾ തന്നെ കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രിയുടെ തനിക്ക് പ്രതീക്ഷയുണ്ട് എന്നുകൂടി പറയുകയാണ് ഭാസ്കരൻ നായർ അജയൻ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.